തണ്ടി കൊടുക്കങ്ങളെ നടത്തിക്കോളി. ഞാൻ കുറച്ചുകൂടി കഴിയുന്നേരം ഇവിടെ ആരും വന്ന് പോയിക്കോളാം. വന്ന് കഴിയുന്ന പോയിക്കോളാം. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മളൊരു 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. കരുവാരക്കുണ്ട് കാളികാവ് ഭാഗത്തെ വീഡിയോ ആയിരുന്നു അത്. ആ ഒരു വീഡിയോ കണ്ടവർക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കടുവ തന്നെയാണ്. ആ ഒരു സ്ഥലത്ത് നമ്മൾ നേരിട്ട് പോയി കരുവാരക്കുണ്ട് ഭാഗത്തും അതുപോലെ തന്നെ അടയ്ക്കാക്കുണ്ട് കാളികാവ് ഭാഗത്തൊക്കെ നമ്മളൊന്ന് കണ്ടതാണ്. ഒരു നരഭോജി കടുവ ഒരു 2 ആഴ്ച മുന്നേ ഒരാളെ അവിടെ അതിക്രൂരമായി കൊന്നു. അതിനുശേഷം ആ കടുവയെ പിടിക്കാനായിട്ട് നിരവധി കൂടുകളും കാര്യങ്ങളൊക്കെ വെച്ചു. വലിയ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ആ കടുവയെ നേരിട്ട് പലതവണ ആളുകൾ കണ്ടു. റബ്ബർ തോട്ടത്തിൽ വെച്ച് കണ്ടു. അതുപോലെ തന്നെ പുഴ ക്രോസ് ചെയ്യുന്ന രീതിയിൽ കണ്ടു. അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ പല വളർത്തുമൃഗങ്ങളെയും ഇതുപോലെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പട്ടിയും മറ്റ് ആടിനെയൊക്കെ പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ പൊതുവെ ആ പ്രദേശത്തെ ആളുകളൊക്കെ വലിയ ആശങ്കയിലും ഭയത്തിലൊക്കെ ആയിരുന്നു. ഏതായാലും കടുവയെ പിടിക്കാനായിട്ടുള്ള ആ ഒരു തീവ്ര ശ്രമം കുറച്ച് ഉദ്യോഗസ്ഥർ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് ഇപ്പോൾ ആ ഒരു ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു കടുവയെ പിടിക്കാനായിട്ട് സ്ഥാപിച്ച ആ ഒരു കൂട്ടിൽ മറ്റൊരു അതിഥിയാണ് പെട്ടത്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്ന് പറയുന്നത്. ആ ഒരു കൂട്ടിൽ വന്ന് ചാടിയത് മറ്റാരുമല്ല, ഒരു പുലിയാണ്. ഏതായാലും ആളുകൾ വളരെ ദേഷ്യത്തിലും വളരെ ആശങ്കയിലൊക്കെ നിന്ന സമയത്ത് അവരുടെ മുന്നിലേക്ക് വന്ന് ഈ ഒരു കൂട്ടിൽ വന്ന് പെട്ടത് ഒരു പുലിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു വാർത്ത. മാത്രമല്ല, കൗതുകം എന്ന് പറയുന്നതിനെക്കാട്ടും അപ്പുറം ഇപ്പോൾ അവർ കടുവയെ മാത്രം പേടിച്ച് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ പുലിയും ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അവർ പ്രതീക്ഷിക്കാത്ത ഒരു ജീവിനെയും കൂടെ ഈ ഒരു സ്ഥലത്തു നിന്ന് അവർക്ക് കൂട്ടിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മളങ്ങോട്ട് കാണാൻ പോകുന്നത് ഈ ഒരു പുലിയെ കിട്ടിയ ദൃശ്യങ്ങളും അതുപോലെ തന്നെ പുലി കൂട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളും, അതുപോലെ അതുമാത്രമല്ല ആ ഒരു പ്രദേശത്ത് ആളുകൾ എന്താ പറയുക, ഈ ഒരു പുലിയെ കൊണ്ടുപോകുന്നതിന് മുന്നേ അവിടെ കുറച്ച് സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തടഞ്ഞു വെക്കുന്ന ഒരു ചെറിയ ഒരു വിഷയമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസാണ് ഞാനിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആ സ്ഥലത്ത് നേരിട്ട് പോയില്ല. നമുക്ക് അവിടെ ഉള്ള ആളുകൾ നമുക്ക് കളക്ട് ചെയ്ത് തന്ന വിഷ്വൽസാണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. നടത്തിക്കോളി. ഞാൻ കുറച്ചുകൂടി കഴിയുന്നേരം ഇവിടെ ആരും വന്ന് പോയിക്കോളാം. വന്ന് കഴിയുന്ന പോയിക്കോളാം. ക്യാമറ നോക്കാം. അത് നടക്കട്ടെ. തള്ളി കൊടുക്കങ്ങളെ. പുറകാടം 90% അങ്ങനെയായിരിക്കും. കാരണം നമ്മൾ എഴുതുന്നുണ്ട് ഇതിനൊക്കെ. നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. റെക്കോർഡാക്കിയിട്ട് ഞാനെന്നാ കൂടെ സഹകരിച്ചിട്ട് എല്ലാ കാര്യത്തിലും വേറെ കാര്യമുണ്ട്. ഞങ്ങൾക്ക് അവിടെ കൂടുന്ന് സ്ഥാപിച്ചു. സാറേ ഇങ്ങോട്ട് ഞങ്ങൾ വിഷമം കൊണ്ട് അങ്ങനെ വരും. അല്ലാതെ ആ സമയത്ത്
സാർ ഞങ്ങളോട് പറയുന്നത് ഈ സാധനത്തിനെ സൂര്യേക്ക് കൊണ്ടുവന്നുണ്ട്. അത് കണ്ണൂർ 10,000 ആളുകളെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോകാൻ വേണ്ടി വന്നതാണ്. കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇവിടെ വരുമ്പോ ജസ്റ്റ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോരാൻ അല്ല വേണ്ട ആയിക്കോട്ടെ സാറേ. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടോ ഒറ്റ കാര്യമാണ് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് ഡോക്ടർ അത് പരിശോധിച്ച് അതിന്റെ ആരോഗ്യം ഫിറ്റായെങ്കിൽ മാത്രമേ ഇതിന്റെ ഏകദേശം നമുക്ക് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള നടപടി പോകാൻ പറ്റൂ. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, മലപ്പുറം ജില്ലയിൽ ഈ മൃഗം ഉണ്ടാവില്ല. ഈ വട്ടമല എന്ന് പറയുന്ന സ്ഥലം പാലക്കാട് ജില്ലയാണ് സാറേ. കരിവാരകുണ്ടുമായിട്ട് വെറും 3-4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അതും വേറെ ജില്ലയാണ്. പേടി മേടിക്കണം. നമ്മള് ദൈവം കാക്കട്ടെ. ഞാൻ വാലിന്റെ ഇതിലൊന്നും നമ്മളൊരു ഇതും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇത് മറ്റേ 2-3 ദിവസത്തിന്റെ ഒബ്സർവേഷൻ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഓർഡർ തരലാണ് ചീഫ് വൈൽഡ് ലൈഫ് ആണ്. സാറിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഒരു ജനങ്ങൾ ഒരു പേടി മേടിക്കണം. ദിവസം കഴിഞ്ഞാലേ 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളുകൾ തുറക്കുകയാണ്. സ്കൂളുകൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് പ്രശ്നങ്ങൾ. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നിലവിൽ അവിടെ ഒരു വിഷയത്തിനുള്ള ഒരു പരിഹാരമല്ല ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു പുലി, ഒരു പുലിക്കുഞ്ഞ് നമ്മുടെ കടുവപ്പുളം അവിടെ നിൽക്കുക. ഇന്നലെ അവിടെ ഞങ്ങളെ ജീവന് ഭീഷണിയാണ്. ഞങ്ങളെ മക്കൾ കടുവ ഇന്നലെ കൽക്കൊണ്ടിലുണ്ട് സാറേ. ജോലിക്ക് പോകുന്നില്ല. പിന്നെ ആ ഭാഗങ്ങളിലെല്ലാം ക്യാമറകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവേന്റെ മൂവ്മെന്റ് വാച്ച് ചെയ്ത് വരെ പാന്ത്ര 2-3 ഭാഗത്ത് വെക്കണം. വെക്കാം. നിങ്ങൾ അതിന് ബേജാറാവണ്ട. ബേജാറല്ല, മരണപ്പെട്ടിട്ട് ഇവിടെ CTR സ്ഥലം കണ്ടിട്ടാണ് അവിടെയാണ് ഇത് കിടക്കുന്നത്. ഇതിപ്പോ വേറൊരു കൂട്ടിൽ ഒരിക്കൽ കയറി ഇവിടെ ആളുകൾക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ ഓഫീസിൽ എന്നെ വിളിച്ചിട്ട് ഒരു ആയിക്കോട്ടെ. എപ്പോഴാ സാറെ പറ്റുക? നിങ്ങൾ ആവേശം എന്താണെന്നുള്ള എനിക്ക് മനസ്സിലായി. എന്താ നമ്മൾ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് തരുമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്തിരിക്കും. നിങ്ങൾ ഇതാക്കണ്ട. നമ്മൾ വനംവകുപ്പുമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം അതിനകത്ത് ഒറ്റ കാര്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞപ്പോ ഈ പുലിനെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നപ്പോ അവിടുന്ന് വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല് മാറ്റാന്നുള്ളതാ. അത് ശരിക്കും ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. കാരണം നിങ്ങളത് പോയിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് ക്ലിയർ ചെയ്ത് പോകാനെന്നുണ്ട്. അവരോട് ഞങ്ങൾ എന്താ സമാധാനം പറയാം. ഇതൊക്കെയാണെങ്കിലും ഇതിനെല്ലാം നമ്മൾ കടലാസാക്കണ്ടേ. ഇത് ഈ പുലി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? പുലി ഒരു 3 ദിവസത്തോളം മറ്റേ ഇതിലാണ്, നമ്മളെ നിരീക്ഷണത്തിലാണ്. വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച് നിരീക്ഷണം നടത്തി പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ ഉത്തരവോടുകൂടി എവിടെയാണ് തുറന്നു കൊണ്ടുവച്ചാൽ അദ്ദേഹം പറയുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. ഈ പുലിക്ക് പരിക്കെന്തെങ്കിലും ഉണ്ടോ പ്രത്യക്ഷത്തിൽ? അത് മറ്റേ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറ്റിനറി ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിലവിലെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം കൂടായതുകൊണ്ട് ചിലപ്പോൾ ഇത് ജമ്പ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പരിക്കുണ്ടോന്ന് പരിശോധിക്കണം. ഡോക്ടർ പരിശോധിച്ചെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ കടുവക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട് ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ ആ ഭാഗങ്ങൾ വേറൊരു കൂടും കൂടി നമ്മളിപ്പോ തന്നെ വൈകിട്ടോടുകൂടി നമ്മൾ കൂട് സ്ഥാപിക്കുന്നതാണ്. മൊത്തം എത്ര കൂടുകളുണ്ടോ? മൊത്തം ഒരു 4-5 കൂടുകൾ നമ്മൾ ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകൾ എത്ര ഉണ്ട്? നിരീക്ഷണ ക്യാമറകൾ 50-100 ഇടയ്ക്ക് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകളുണ്ടോ? ഇപ്പോൾ കുങ്കിയാനകൾ ഇവിടെ നമ്മുടെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ അവിടെ കുങ്കിയാനുണ്ട്. എത്ര ഒരു കുങ്കിയാന മാത്രമേ ഉള്ളൂ. 2 ആനയെ നമ്മൾ മറ്റേ മുത്തങ്ങ ക്യാമ്പിലേക്ക് മടക്കിയിട്ടുണ്ട്. ഒരാന ഓൾറെഡി അവിടെ ഉണ്ട്. ആനയുടെ ആവശ്യം വരികയാണെങ്കിൽ ആനയെ മറ്റേ കുങ്കിയാനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കുങ്കിയാനെ തന്നെ അവിടെ നിർത്തിയിട്ടുള്ളത്. സാറിന്റെ പേര് പറയാം. വേറെ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യാൻ. കാരണം അറിയോ, മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ ശരിക്കും മൃഗങ്ങളെ ജീവനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ. മനുഷ്യന്റെ ജീവനാണ് വില ഇല്ലാത്തത്. അതൊന്ന് ബേസ് ചെയ്ത് ഇതിലാണ് ആള് പറഞ്ഞോളേ.
കടുവുണ്ട്. എന്റെ വിഷയം ഇത് എന്റെ ലോ ആൻഡ് ഓർഡർ ഞാൻ ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ട എന്റെ ലിമിറ്റാണ്. ഇവിടെ നിങ്ങൾ എന്തിനു വന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു. അവർ നിങ്ങളോട് വരാൻ പറഞ്ഞു, എന്താവശ്യം? അതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു അവരെവിടേക്ക് പോകുന്നത് എന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ്. ഇത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ബാധ്യത ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിയമപരമായിട്ട് എങ്ങനെയാണ് എന്താണ് വരുന്നുണ്ട് അത് ബോധ്യപ്പെടുത്തുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ എല്ലാവരോടും ഓരോരുത്തരോട് വിളിച്ച് ബോധ്യപ്പെടുത്താൻ ഇത് കഴിയില്ല. കൂടെ വരാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവിടുന്ന് കിട്ടിയ അവിടെ DF അവിടെ ഉണ്ട്. അതിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ സൂലേക്ക് വിടാൻ യാതൊരു നിർവാഹമില്ല. അവര് നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ കൺവീനിയന്റ് ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ച് 2 ദിവസം അവിടെ നിരീക്ഷണത്തിൽ വെക്കും. ഡോക്ടേഴ്സും ഇവരൊക്കെ വന്ന് പരിശോധിച്ചതിന് ശേഷം കൺവീനിയന്റ് ആയിട്ടൊരു കാട്ടിലേക്ക് മിക്കവാറും നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു ഫോറസ്റ്റിൽ തള്ളാനുള്ള സാധ്യത കുറവായിരുന്നു. അതുകൂടി പറഞ്ഞു. അപ്പൊ സാർ അത്ര അവിടുന്ന് ഒന്ന് പോരാനുള്ള സംവിധാനം അങ്ങനെയല്ല. പക്ഷേ ഇതിനെ കുറിച്ച് അന്വേഷിക്കാതെ എന്തിനാ ചെയ്യാൻ പറ്റുന്ന അന്വേഷിക്കാതെ ഞങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ സാറ് പറയട്ടെ, ഞങ്ങളോട് പറഞ്ഞ വാക്കിനനുസരിച്ച് നമ്മൾ പോകുന്നതാണ്. അത്രയും ആളുകൾ ആശങ്ക ഞങ്ങളിൽ 5-6 ആളുടെ പേരിൽ വെച്ചിട്ട് പോകുന്നതാണ്. ഞങ്ങൾ വന്ന അല്ലാതെ നിങ്ങൾ വികാരങ്ങൾ അല്ലല്ല, സാറ് വന്നു തള്ളി കൊടുക്കേ. നിലവിലുണ്ടായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂട്ടിൽ കുടുങ്ങിയ പുലിയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും മറ്റധികാരികളും ചേർന്ന് നാട്ടുകാർക്കൊരു ഉറപ്പ് നൽകി ഇതിനെ നേരെ സൂവിൽ കൊണ്ടുപോയി വിട്ടു. പക്ഷെ അതിന്റെ പിന്നാലെ പോയ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഈ പുലിയെ ഇപ്പോൾ നിലവിൽ അമരമ്പലത്തുള്ള അവരുടെ RRT ഓഫീസിലാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. ഇനി അതിനെ സുഖചികിത്സയൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി ആരോഗ്യവാനായിട്ട് ഏതെങ്കിലും കാട്ടിൽ തന്നെ തുറന്നു വിടും എന്നാണ് നമുക്ക് വിശ്വസിച്ചത്. ഇതാണ് ഇപ്പോൾ നിലവിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക. ഇനി നാളെ ഇതിനുള്ള നടപടി ഇനിയും കടുവയെ പിടിക്കാനുണ്ട്. ഇതിലൂടെ അരഞ്ഞു നടക്കുന്ന ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുകാർ വരുമ്പോൾ നമ്മൾ നാട്ടുകാർ അതിനു വേണ്ട നടപടിയെടുക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അറക്കാക്കുണ്ടില് കടുവ കടിച്ച് മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് ഫോറസ്റ്റിൽ ഒന്നും കാട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കട്ടകാലത്തിന് ഈ പുലിയിൽ ചാടിയതിന് മാത്രമല്ലാതെ ഇതിനെ പിടിച്ചിട്ട് ഇത് അവിടെ അമരമ്പലത്തെ 2 ദിവസം അവിടെ അവരെ നിരീക്ഷണത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവര് തൊട്ടടുത്ത ജില്ലന്റെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടിടുന്നാണ് പറയുന്നത്. പിന്നെന്താ പിടിച്ചിട്ട് ഒരു കാര്യം ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായത്, ഞങ്ങളിപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം എന്താണ്, അങ്ങനെ ഇപ്പൊ കടുവ ഇന്നലെ കൽക്കൊണ്ടുകൂടി നടക്കുന്നു. ഇന്നാന്നൊരു നായിനെ കെട്ടിയിട്ട നായിനെ കടിച്ചത്. അങ്ങനെ ഇതാ കടുവ എന്ന് പറഞ്ഞാലും കടുവനെ പിടിച്ചാൻ കഴിയില്ല. പടക്കം പൊടിച്ചും കണ്ട് ഓല് പതുക്കെ മേലക്ക് വിട്ടു. ഇപ്പൊ ജനങ്ങള് 10-15 ദിവസമായിട്ട് പണിയില്ല, ദാരിദ്ര്യത്തിലാണ്. പെരുന്നാളും വരിക, അതേമാതിരി സ്കൂളും തുറക്കുക. ടാപ്പിങ്ങുകാരാണെങ്കിൽ പണിയെടുക്കുന്നില്ല, കർഷകരാണെങ്കിൽ തോട്ടത്തിൽ പണിയെടുക്കാനും പറ്റാത്ത അവസ്ഥ. സ്വന്തം പറമ്പുക്കും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള നിയമപാലകരടക്കമുള്ള ആളുകളൊക്കെ സത്യത്തില് ഈ കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സാധാരണക്കാരായ ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കാരണം നമ്മുടെ നാട്ടില് ഫോറസ്റ്റുകാരനെ സ്ഥാപിച്ച ആ പുലിന്റെ ഒരു കൂടില് കുടുങ്ങിയതെന്നൊരു ചെറിയൊരു പുലിക്കുട്ടിയാണ്.
പുലി എന്ന് പറയാൻ പറ്റില്ല, ഒരു പുലി കുട്ടിയാണ് കുടുങ്ങിയിട്ടുള്ളത്. അവർക്കതൊരു വലിയ സംഭവമാണ്. പക്ഷെ ആയിരക്കണക്കായ ആളുകൾ അവിടെ സംഘടിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെ എവിടെയാണ് തുറന്നു വിടുക എന്നുള്ള ഒരു കാര്യം കൺഫേം ആക്കിയതിന് ശേഷം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർ പറഞ്ഞു ഇതിനെ നേരെ സൂക്കാണ് മാറ്റുക എന്ന് പറഞ്ഞു. അവരെ എത്രയും ആളുകൾ കൂടിയ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഈ കാണുന്ന ഈ 6-7 ആളുകൾ നേരെ ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ പുലിനെ കൊണ്ടുപോയ വാഹനത്തിന്റെ പുറകെ ഞങ്ങളും വാഹനം വിട്ടു പോവുകയും അമരമ്പലത്തുള്ള ഏകദേശം ഈ പുലിക്കൊരു സുഖചികിത്സ, മാനുവേട്ടൻ പറഞ്ഞ പോലെ പുലിക്കൊരു സുഖചികിത്സ കൊടുക്കേണ്ട രീതിയിലുള്ള സംവിധാനത്തിലാണ് അവരവിടെ മാറ്റിയിട്ടുള്ളത്. 2-3 ദിവസം ആ സാധനത്തിന് അവിടെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും മലപ്പുറം ജില്ലയിലല്ലാത്ത ഒരു കാട്ടുന്ന, മലപ്പുറം ജില്ല അറിയുമ്പോൾ ഇപ്പൊ പൊൻപാറ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയാണ്. നമ്മളവിടുന്ന് 4-5 കിലോമീറ്റർ. ഒരിക്കലും ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ആളുകൾ വീണ്ടും ഇമ്മാരി വന്യമൃഗങ്ങളെ തുറന്നു വിട്ടുകൊണ്ട് ജനങ്ങളെ ജീവനും പിന്നെ ദുരിതത്തിലാക്കുന്ന രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ശക്തമായ പ്രതിഷേധ പരിപാടി ജനങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അധികാരികൾ കണ്ണു തുറക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രതിഷേധ പരിപാടികൾക്കും ഈ നാട്ടിലെ ജനങ്ങൾ സജ്ജരാണെന്ന് വിനയത്തോടു കൂടി എല്ലാവരെയും അറിയിക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ രാവിലെ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെ ഏകദേശം എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധ നേടിയതാണ്. നമ്മൾ കടുവക്ക് വെച്ചതിൽ ചക്കിക്ക് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് കറക്റ്റ് പുല്ലിനെ കിട്ടി. പുലി എന്ന് പറഞ്ഞാൽ അവർ ഏകദേശം 2 വയസ്സിന് അടുത്തുള്ള ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെ കാണുന്ന GP സ്കൂളിൽ SME ചെയർമാനായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇവിടുന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 750 കുട്ടികൾക്ക് അഭയം തരുന്നതാണ്. ഈ രക്ഷിതാക്കളും ആരൊക്കെ വലിയൊരു ആശങ്ക വെച്ചാണ് DF അടക്കം റേഞ്ച് ഓഫീസറൊക്കെ പരാതി കൊടുത്തിട്ട് നമുക്ക് അതിന് നടപടി എടുത്തിട്ടുണ്ടായില്ല. DFOയുടെ ഓഫീസിൽ നമ്മൾ പേഴ്സണലായിട്ട് പോയി സംസാരിച്ചപ്പോഴും ഈ വിഷയങ്ങളൊക്കെ DF ശ്രദ്ധപ്പെടുത്തി ബാക്കി കാര്യം മുന്നോട്ട് പോകാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് കുടുങ്ങിയത്. അതുപോലെ ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കടുവ പുഴ ചാടി കടന്നു പോകുന്ന ഒരു ദൃശ്യം ഈ പ്രദേശത്തുള്ള ഒരാൾ പകർത്തിയൊരു ദൃശ്യമാണ്. അതിനുശേഷം ഈ ഒരു പ്രദേശത്ത് വലിയ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം കടുവനെ കണ്ട സ്ഥലം അവിടെയാണ്. അവിടുന്ന് പുഴ കടന്ന് സാധനം ഈ റൂട്ടിലോട്ട് മാറിയിട്ടുണ്ട്. ഏരിയ മൊത്തം ഒരുവിധ ആൾക്കാരൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സാധനത്തിനെ കിട്ടുന്നില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ കടുവയ്ക്ക് വേണ്ടി വെച്ച കൂട്ടിൽ ഇപ്പോൾ വന്നു ചാടിയിരിക്കുന്നത് ഒരു പുലിയാണ്. ഏതായാലും കുറച്ചെങ്കിലും ആശ്വാസമായി. കാരണം പുലിയെങ്കിൽ പുലി എന്തെങ്കിലും ഒരു ജീവിനെ അവിടെ ഒരു കൂട്ടിൽ നിന്ന് വെച്ചല്ല. കാരണം ഇത്രയും ദിവസമായിട്ട് കൂടും വെച്ച് അവർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഉറക്കം അളച്ച് കാത്തിരുന്നിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു ദുഃഖത്തിലായിരുന്നു പൊതുവെ ഈ നാട്ടുകാരെല്ലാവരും. ഏതായാലും ഒരു പുലിയെങ്കിലും ഇപ്പോൾ കൂട്ടി ചാടിയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അല്ല അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആ കടുവ, ആ നരഭോജി കടുവ കൂട്ടിൽ ചാടുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ കടുവ കുറേ ദിവസമായിട്ട് ഈ പ്രദേശത്ത് കിടന്ന് ചുറ്റി നടക്കുന്നുണ്ട്. അത് കാട്ടിലോട്ട് കയറുന്നൊരു കടുവയല്ല. ഈ കടുവ സ്ഥിരമായിട്ട് ഇവിടെ ഈ ഒരു തോട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉള്ള പ്രദേശങ്ങളിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന കടുവയാണ്. കുറേ അധികം വിഷ്വൽ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അതായത് പുലിയെ കൂട്ടിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതേപോലെ തന്നെ ആളുകൾ അവിടെ രോക്ഷാകുലരായി അവിടെ ഉദ്യോഗസ്ഥരെയൊക്കെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ പരിഭവങ്ങൾ അറിയിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ ആ നാട്ടുകാരുടെ ഒരു പ്രയാസം തന്നെയാണ്. കാരണം ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടാണ്. മാത്രമല്ല ഇതിന് മുന്നത്തെ നമ്മുടെ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം മുഴുവൻ റബ്ബർ തോട്ടവും അങ്ങനത്തെ തോട്ടം മേഖലയാണ്. റബ്ബർ ടാപ്പിങ്ങും മറ്റുമൊക്കെയാണ് അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ആ ജനങ്ങളൊക്കെ ഉള്ളത്. കാരണം ഇത്തരം ഒരു വിഷയമുള്ളപ്പോൾ ആരും അങ്ങനെ റബ്ബർ തോട്ടത്തിലൊന്നും പോയി പണിയെടുക്കാൻ തയ്യാറായില്ല. കാരണം ആ ഒരു യുവാവിനെ അടയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് കടുവ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് റബ്ബർ ടാപ്പിങ്ങിനിടയ്ക്കാണ്. അത് നേരിട്ട് കണ്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരനും ആ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടാണ്. വലിയ കടുവ തന്നെയാണ്.
അദ്ദേഹം ഒത്തിരി പേടിച്ചു പോയി. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത കടുവ അദ്ദേഹത്തെ കടിച്ചെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോഡി ഭക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ആ ഒരു സംഭവത്തിന് ശേഷം തീവ്രമായ തെരച്ചിൽ പല ഭാഗത്തും നടത്തിയിരുന്നു. കുറേ അധികം ദിവസമായിട്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ പലതവണ കടുവയെ ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, പല പ്രദേശത്ത് വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ട്. കൂടിനടുത്ത് എത്തിയിട്ടും കയറാതെ പോയി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകൾ വരെ നമ്മൾ അവിടെ നിന്ന് കേട്ടു. ആളുകൾ വലിയ ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് മാത്രമല്ല വലിയ ഭയത്തിലുമാണ്. അപ്പോൾ ഏതായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ആളുകളുടെയൊക്കെ ആവശ്യം. പുലി കുടുങ്ങിയത് കൊണ്ടൊന്നും ആളുകൾക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷമൊന്നും ഇല്ല എന്നുള്ളത് അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ്. മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ ഒരു കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ആളുകളുടെയൊക്കെ ആവശ്യം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് മാത്രം നമ്മൾ പറയുകയാണ്, ആശംസിക്കുകയാണ്. ആ ആളുകൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഒരുക്കി കൊടുക്കട്ടെ എന്ന് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോസൊക്കെ അയച്ചു തന്നത് ശൈലേഷ് പട്ടിക്കാട് എന്ന് പറയുന്ന അവിടുത്തെ ബ്ലോക്ക് മെമ്പറാണ്, കാളികാവ് ബ്ലോക്ക് മെമ്പറാണ്. അദ്ദേഹമാണ് ഈ വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്